തീർച്ചയായിട്ടും ഇന്നത്തെ രണ്ട് മേഖല, ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് മേഖലയാണ് രാഷ്ട്രീയവും സിവിൽ സർവീസും. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരെ നമ്മൾ പറ്റുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യുന്നു. ഈ കുട്ടികൾ ഏത് ജീവിതസ്ഥിതി തിരഞ്ഞെടുത്താലും അവരുടെ സഭാ സമൂഹത്തിൽ ഉപയോഗമുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. അതാണ് ഞങ്ങളവരെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നത്. രാഷ്ട്രീയം അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് ഇന്നത്തെ സമുദായത്തിൽ, സൊസൈറ്റിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ ഏത് വിധ നിലനിൽപ്പിനും ഈ രാഷ്ട്രീയക്കാരെ വേണം. പക്ഷേ ആ രാഷ്ട്രീയക്കാർ ഒരു മനസാക്ഷിയുള്ളവരായിട്ട് മാറാനാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർ വലിയ മലകളിൽ ആണ് ജീവിക്കുന്നത്. ഇവർ മനുഷ്യത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ അവരുടെ വീട്ടിലാണ് കിടക്കുന്നത്, അവർ വന്ന് നമ്മുടെ വീട്ടിൽ കിടക്കുന്നു, നമ്മളോടൊത്ത് ആഹാരം കഴിക്കുന്നു. അതുപോലെ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വെല്ലൂരല്ല, ഈ ലോകത്തിൽ എവിടെയും കൊണ്ടുപോയി നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. മദർ തെരേസ 1993 ദൂരദർശന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തിയത് ഞാനാണ്. നമസ്കാരം. ഷാലോം ചാനലിൻ്റെ വോയിസ് ഓഫ് ചർച്ച് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുവിശേഷത്തിലെ യേശുക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് അനുധാവനം ചെയ്ത് ആയിരങ്ങൾക്ക് ആ സദ്വാർത്ത അറിയിച്ചു കൊടുത്ത മഹാ ഇടയൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസ തീഷ്ണത കൊണ്ടും തൻ്റെ സൗഹൃദത്തിൻ്റെ മാന്ത്രിക വലയം കൊണ്ടും അരുണാചൽ പ്രദേശിലെ മിയാവോ രൂപതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മേലധ്യക്ഷൻ അഭിവന്യ മാർ ഡോക്ടർ ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. വോയിസ് ഓഫ് ചർച്ച് പരിപാടിയിലേക്ക് പിതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിതാവ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. കേരളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് ഏകദേശം 4000 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ തൊടുപുഴയ്ക്കടുത്തുള്ള മ്രാല ഇടവകയിൽ നിന്ന് അരുണാചൽ പ്രദേശിലെ മിയാവോ രൂപതയിലേക്കുള്ള പിതാവിൻ്റെ ആ ദൈവവിളിയുടെയും ദൈവവഴികളുടെയും ആ ഘട്ടത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 1970 ഇവിടെ നിന്ന് പോകുന്നത്. അന്ന് അരുണാചൽ പ്രദേശ്, അങ്ങനെ അവിടെ ഇന്ന് നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന 7 സംസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. അത് മുഴുവൻ ആസാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, മണിപ്പൂർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളായി മാറിയത്. അപ്പം ഞാൻ പോയത് ആസാം മെഷീനിലേക്കാണ്. അത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായി മാറി. അതിലേറ്റവും അവസാനം സംസ്ഥാനമായതാണ് അരുണാചൽ പ്രദേശ്. അല്ലെങ്കിൽ നേരത്തെ അരുണാചൽ പ്രദേശ് അറിയപ്പെട്ടിരുന്നത് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ഏജൻസി, ആസാമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 1971 അത് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റി ഈ അരുണാചൽ പ്രദേശ് എന്നുള്ള പേരും അതിന് കൊടുത്തു. പിതാവ് ഏത് സഭയിലാണ് ആദ്യം? സലേഷ്യൻ സഭയിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചേർന്നത് ആസാമിലെ ഡോൺ ബോസ്കോ സലേഷ്യൻ സൊസൈറ്റിയിലാണ്. അന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുവാഹത്തിയിലായിരുന്നെങ്കിലും സെമിനറിയൊക്കെ ഷില്ലോങ്ങിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് പോയത് ഷില്ലോങ്ങിലേക്കാണ്. പഠിച്ചത് അവിടെയാണ്. ഷില്ലോങ്ങിൽ പഠിച്ചതിന് ശേഷം ഡാർജിലിങ്ങിൽ പോയി അവിടെയാണ് കോളേജ് പഠനങ്ങൾ നടത്തിയത്. പിന്നെ ബാക്കിയെല്ലാം ഷില്ലോങ്ങിൽ തന്നെയായിരുന്നു. ഈ സമയത്താണ് അരുണാചൽ പ്രദേശിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്. ഷില്ലോങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ അരുണാചൽ പ്രദേശിൽ അല്ലെങ്കിൽ അന്നത്തെ നേഫായിൽ ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ലായിരുന്നു. 1977 അവിടുത്തെ യൂണിയൻ ടെറിട്ടറി അസംബ്ലിയിൽ ഒരു നിയമം പാസ്സാക്കി. ആ നിയമപ്രകാരം സകലവിധ മതപരമായ കാര്യങ്ങളെല്ലാം നിരോധിച്ചിരുന്നു. പക്ഷേ ആ നിരോധനത്തോടു കൂടി അവിടുത്തെ ആളുകൾ ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പ്രത്യേകം താല്പര്യപ്പെടുകയും അവിടുന്ന് യുവജനങ്ങൾ നാഗാലാൻഡിലും ഷില്ലോങ്ങിലൊക്കെ പോയി പഠിക്കാനായിട്ട് പല പല ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിച്ചു. അപ്പോഴവർക്ക് ഈ ക്രിസ്തു മതം വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ തിരിച്ചു വന്ന് അവരുടെ ഗ്രാമങ്ങളിൽ ഇതേപ്പറ്റി പഠിപ്പിക്കുകയും അവിടുത്തെ ആളുകൾ അത് സ്വീകരിക്കുകയും ചെയ്തു.
ഇപ്പോൾ പുരോഹിതനായിരുന്നപ്പോൾ ചെയ്ത സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണോ അത് ആസാമിലായിരിക്കും തുടങ്ങി വെച്ചത് അല്ലേ? അത് ആസാമിൽ നിന്നാണ് തുടങ്ങിയത്. കാരണം നമുക്ക് അരുണാചലിൽ നിന്നുകൊണ്ട് അല്ലെ അവിടെ ജീവിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. നമുക്കിപ്പോഴും അരുണാചലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ജനിക്കാത്ത ഏതാൾക്കും ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഒരുവിധം വിസയ്ക്ക് തുല്യമെന്ന് പറയാം. അത് കിട്ടണമായിരുന്നു. അത് അവിടെ മാത്രമേ അന്നത്തെ കാലത്ത് കിട്ടുമായിരുന്നുള്ളൂ. ആ വിസ അതിപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിപ്പോൾ കിട്ടാൻ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ചോദിച്ച ഉടനെ അല്ലെ ഓൺലൈനും അത് ലഭിക്കാൻ സാധിക്കും. നേരത്തെ അത് അങ്ങനത്തെ യാതൊരു പ്രൊവിഷനും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആസാമിലും ഷിലോങ്ങിലൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ഈ മിഷൻ പ്രവർത്തനം തിരഞ്ഞെടുക്കാനായിട്ട് പിതാവിന് പ്രചോദനമായത് എന്താണ്? അത് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. കാരണം ഇവിടെയൊക്കെ നമ്മൾ എന്നും പള്ളിയിൽ പോകുന്നു, കുർബാന കൂടുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ കരിങ്കുന്നം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ മിഷനുകളിൽ നിന്ന് അച്ഛന്മാരൊക്കെ വന്ന് മിഷനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അങ്ങനെ എനിക്കതേപ്പറ്റി അന്ന് മുതലേ ഒരു ചെറിയ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ ആക്ച്വലി ആന്ധ്രാപ്രദേശിന് പോകാനായിട്ട് എൻ്റെ പേര് കൊടുത്തതാണ്. പക്ഷേ എൻ്റെ പേരൻസ് അനുവദിച്ചില്ല. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷവും ഇത്രയും അകലെ പോകണ്ടെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച്. പിന്നെ അവസാനം ഏതായാലും അവർ തന്നെ പോകാൻ അനുവദിച്ചു. അങ്ങനെയാണ് പോയത്. സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന നമ്മുടെ യുവജനങ്ങൾ അവർ രാഷ്ട്രീയ മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നതിനെ പിതാവ് സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടുത്തെ രീതികൾ എങ്ങനെയാണ്? ആ കുട്ടികളൊക്കെ ഒരു രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക മേഖലകളിലേക്ക് അവരങ്ങനെ കടന്നു വരുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. രാഷ്ട്രീയം മാത്രമല്ല, സിവിൽ സർവീസും എല്ലാത്തിനുമായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നെ കുറേ കൊല്ലം മുമ്പ് നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ വൊക്കേഷണൽ ഗൈഡൻസ് എന്ന് പറയുമല്ലോ, അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നു. ആ ഡോക്ടർ മെഡിസിനെ പറ്റി മാത്രം പറയും. ഒരു പോലീസുകാരനെ വിളിച്ചാൽ ആ പോലീസുകാരൻ പോലീസിൻ്റെ ജീവിതത്തെപ്പറ്റി മാത്രം പറയുന്നു. അപ്പം അതുകൊണ്ട് ഞാനൊരു ഫേസ് യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു പ്രോഗ്രാം കുറേ കൊല്ലം മുമ്പ് സംഘടിപ്പിച്ചു. അത് പറ്റുന്നിടത്തോളം ഞാൻ എല്ലാ സ്കൂളിലും 9ാം ക്ലാസ്സിൽ അവർക്ക് പോയി എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് പിതാവ് തന്നെ എടുക്കുന്നുണ്ട് സ്കൂളുകളിൽ. പ്രധാനമന്ത്രി മുതൽ ബാർബർ വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു ബാർബറും ആവശ്യമാണല്ലോ. അതുപോലെ എല്ലാ ജോലിയും ഈക്വലാണ്. അത് ആണ് ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഏത് ജോലിയാണെങ്കിലും സമുദായത്തിന് അത് ആവശ്യമാണ്. ഡ്രൈവർ വേണം. നമ്മൾ ബാർബർ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഇതല്ല ചിന്തിക്കുന്നത്, ഇന്നത്തെ സലൂണാണ് നമ്മൾ ചിന്തിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആൾക്കാർക്ക് സേവനം കിട്ടുന്ന ഒരു മേഖല. അതുപോലെ രാഷ്ട്രീയം. കുട്ടികൾക്ക് രാഷ്ട്രീയത്തിൽ പൊതുവേ താല്പര്യമുണ്ട്. നമ്മളത് എൻകറേജ് ചെയ്യുന്നു. എല്ലാ സ്കൂളിലും 12 അല്ലെ 10 കുട്ടികൾക്ക് ഫെയർവെല്ലിൻ്റെ സമയത്ത് ഞാൻ സാധിക്കുന്നിടത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ന് പോകുന്നു, നമുക്കൊരു ബന്ധവും വേണ്ട ഇനി. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തെ, നിങ്ങൾ എവിടെയാണെങ്കിലും ആ സമുദായത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് തീർച്ചയായിട്ടും ഇന്നത്തെ 2 മേഖല, ഏറ്റവും അത്യാവശ്യമുള്ള 2 മേഖലയാണ് രാഷ്ട്രീയവും സിവിൽ സർവീസും. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ പറ്റുന്നിടത്തോളം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സിവിൽ സർവീസ് കോച്ചിങ്ങിനായിട്ട് നമുക്ക് അവിടെ ഒരു സെൻറ്റർ ഇല്ല ഇതേവരെ. അതിപ്പോൾ തുടങ്ങാനുള്ള സാധ്യതയില്ല. നമ്മൾ ഡൽഹിയിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് വിടുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരെ നമ്മൾ പറ്റുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് പ്രോത്സാഹിപ്പിക്കാനേ പറ്റുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ പാർട്ടിയുടെ ഇതായി പോകും. അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് പെരുമാറുന്നു, പാർട്ടിയിലെത്തുന്നതിന് മുമ്പ്. ഈ കുട്ടികൾ ഏത് ജീവിതസ്ഥിതി തിരഞ്ഞെടുത്താലും അവരുടെ സഭാ സമൂഹത്തിൽ ഉപയോഗമുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. അതാണ് ഞങ്ങളവരെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നത്. അവിടെ വിജയകരമായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അതിനെപ്പറ്റി 100 എക്സാമ്പിൾസ് വേണം എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു പോയി ഇന്ന് ഉന്നത നിലയിലുള്ള ഓഫീസർമാർ ചെയ്യുന്ന ഓരോ കാര്യവും അത് എനിക്ക് തന്നെ ചിലപ്പോൾ അതിശയമുണ്ട്. ഇത്രയും കമ്മിറ്റഡ് ആണെന്ന് തോന്നുന്നത്. ആ ഒരു ബോധ്യം അവർക്കുണ്ട്. അത്
അത് നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ ഏതുവിധ നിലനിൽപ്പിനും ഈ രാഷ്ട്രീയക്കാരെ വേണം. പക്ഷേ ആ രാഷ്ട്രീയക്കാർ ഒരു മനസാക്ഷിയുള്ളവരായിട്ട് മാറാനാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് നല്ലൊരു ശതമാനം ഞങ്ങൾ കാണുന്നുമുണ്ട്. ഇപ്പോൾ ഏതായാലും ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്, പിന്നെ പിതാവിൻ്റെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളിൽ നമുക്ക് ചുറ്റും ഈ ആധുനിക കാലഘട്ടത്തിലെ ഫ്രാൻസിസ് ഡി സാലസ് നടക്കുന്നുവെന്ന് പിതാവിനെ കുറിച്ച് കേട്ട ഒരു കമൻ്റാണ്. അപ്പോൾ അത് മിയാവോ രൂപതയിൽ എന്തൊക്കെ പ്രേക്ഷിത വേലകളാണ്, അല്ലെങ്കിൽ അവിടെ പിതാവ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കാനായിട്ട് പിതാവിന് കഴിഞ്ഞത്? തടസ്സം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സകലവിധ റെസ്ട്രിക്ഷൻസുമാണ് ആദ്യത്തെ ബുദ്ധിമുട്ടെന്ന് പറയാം. പിന്നെ നമ്മൾ അവിടുത്തെ പ്രത്യേകിച്ച് കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള താല്പര്യം അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു വലിയ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് നമുക്കതിൻ്റെ 100-1 പോലും നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് എന്തുമാത്രം ചെയ്താലും അതിന് പറ്റിയ ഒരു സാഹചര്യമാണ്. പക്ഷേ അത് നമുക്ക് 2 കൈയേ ഉള്ളൂ, അത്രേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റേഷനാണ് വന്നുകൊണ്ടിരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും കൂടുതൽ. വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യ മേഖല. ഞങ്ങളൊക്കെ പോകുമ്പോൾ ആദ്യമേ ഈ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആരോഗ്യസ്ഥിതി എന്ന് വെച്ചാൽ മഹാമോശമായിരുന്നു. 2 ട്രൈബുകളുണ്ട്. അവിടെ അവരെങ്ങേയറ്റം മരിച്ച ശവത്തെ പോലും അടക്കുകയില്ലായിരുന്നു. അടക്കുകയോ കത്തിക്കുകയോ ചെയ്യാതെ, ദഹിപ്പിക്കുകയോ ചെയ്യാതെ അവരിങ്ങനെ ചെറിയ ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് ഗ്രാമത്തിൻ്റെ അകത്ത് തന്നെ ഇല്ലിയും കൊണ്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെക്കുമായിരുന്നു. നമുക്കത് പറഞ്ഞ് നിങ്ങൾ അടക്കണമെന്ന് നിർബന്ധമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നു വെച്ചാൽ അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഓൾറെഡി അവിടെ തന്നെ പറച്ചിലുണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റി ഡിസ്ട്രോയ്സ് കൾച്ചർ. പക്ഷേ ഈ ഒരു പ്രശ്നം ഗവൺമെൻറ്റും സകലവിധ അഡ്മിനിസ്ട്രേഷനും ഇതൊന്നും മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് അൺഹൈജീനിക്കാണ്, നമ്മുടെ തന്നെ ആരോഗ്യത്തിന് ഇത് നല്ലതല്ല, ഇതുവഴി അസുഖങ്ങൾ പരക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവസാനം ഇപ്പം എല്ലായിടത്തും അവർ മൃതദേഹങ്ങൾ അടക്കുന്നു, സംസ്കരിക്കുന്നു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനായിട്ട് പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 52 സ്കൂളുകളുണ്ട്. അതിൽ ചിലതൊക്കെ ഹൈസ്കൂളായി, 1-2 ഹയർ സെക്കൻഡറി, പിന്നെ സിസ്റ്റർമാരുടെ സഹായത്തോടു കൂടി ഒരു ഡിഗ്രി കോളേജ്. അങ്ങനെ ഇപ്പോൾ അടുത്ത ഒരു നഴ്സിംഗ് സ്കൂളിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അവിടെയാണല്ലോ കുട്ടികൾക്ക് ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്കുള്ള ജോലികളുടെ സാധ്യതകൾ. ഇപ്പോൾ പിതാവ് പല കാര്യങ്ങൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മേഖല പറഞ്ഞു, ആരോഗ്യ മേഖല പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവിടെ ആളുകൾ നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ ദയനീയമായൊരു അവസ്ഥയായിരുന്നു. അവർ വലിയ മലകളിൽ ആണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ എല്ലാ കൊല്ലവും വല്ലമൊക്കെ കുഴിച്ചിടും. നമ്മുടെ നാട്ടിലെ പോലെ കപ്പ, കാച്ചിക ഇതൊക്കെയാണ് അവർ, ചേമ്പ് ഇതൊക്കെ നട്ടുകൊണ്ടിരുന്നു. പക്ഷേ കാട്ടുപന്നി, മുള്ളംപന്നി, അതുപോലെ വെള്ളമൊഴുക്ക് ഇതൊക്കെ കാരണം അവർ 12 മാസവും പണിയെടുത്താൽ 1 മാസത്തെ അല്ലെങ്കിൽ 1.5 മാസത്തേക്കുള്ള ഭക്ഷണ സാധനം അവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. ബാക്കി ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന റേഷനറി കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കാട്ടിലും ഇല്ലി മുതൽ എല്ലാം ഉള്ള കാരണം ഇപ്പം നമുക്ക് ഒരു സിറ്റിയിലേക്ക് വന്നാൽ ബാംബൂ ഷൂട്ട്സ് വളരെ വില കൂടിയ ഒരു ഡെലിക്കസിയാണ്. പക്ഷേ അത് അവിടെ സാധാരണ ഒരു ഭക്ഷണമാണ്, ഇഷ്ടം പോലെ വളരുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പഞ്ഞം കിടന്ന് മരിച്ചില്ലെങ്കിലും ഒരു ഫലപുഷ്ടമായ ആഹാരം അവർക്കൊരിക്കലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ചെന്ന് അവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് ടീ ബോർഡിലെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് തേയില പ്ലാന്റേഷനെ പറ്റി പഠിച്ച് ഇപ്പോൾ ഒരുവിധം കുറേ ആൾക്കാർ ചെറുതായിട്ട് അവരുടേതായ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൃഷി അതുപോലെ തന്നെ മറ്റുള്ള ഈ ധനകാര്യമായിട്ട് അവർക്കൊരു സ്വല്പം സമയത്ത് കയറുന്നതിനായിട്ടുള്ള സകല കാര്യങ്ങളും ഇപ്പോൾ ഒരു 300 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നു, അതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്, സേവകേന്ദ്ര എന്ന് പറഞ്ഞ്, അതുവഴി ആളുകൾ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. അത് ഗവൺമെൻറ്റിൽ നിന്നും അതിന് ഒത്തിരി കോപ്പറേഷൻ ലഭിക്കുന്നുണ്ട്.
നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ പ്രഘോഷിക്കുന്നതിന് അവിടെ തടസ്സമായി നിന്ന ഒരുപാട് സാഹചര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ മേഖലയിലെ പിതാവിന് നേരിട്ട ഏതെങ്കിലുമൊക്കെ ഓർമ്മിക്കുന്ന ചില അനുഭവങ്ങൾ കാണുമല്ലോ, ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? എൻ്റെ ഓർഡിനേഷനൊക്കെ മുമ്പ് തന്നെ 1980 ക്രിസ്മസിൻ്റെ അവസരത്തിൽ, അന്ന് ഞാൻ തിയോളജി പഠിക്കുന്നുള്ളൂ, എൻ്റെ ഓർഡിനേഷൻ നടന്നത് 82 ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ ആസാമിൽ തന്നെയുള്ള അരുണാചലിൻ്റെ ബോർഡറിൽ ഹർമുട്ടി എന്ന് പറയുന്ന ഒരു പള്ളിയിൽ പോയി. അവിടെ നിന്ന് ഡിസംബർ 16 അവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി, ഗുംതോ എന്ന് പറയുന്ന, ഇന്നവിടെ ഒരു ഡിവൈൻ റിട്രീറ്റ് സെൻ്ററുണ്ട്, BCHMR നടത്തുന്നത്. അവിടെ പോയി ഞാൻ അവിടെ ഒരു വീട്ടിൽ ഒരാഴ്ച അവരുടെ കൂടെ താമസിച്ചു. അതുപോലെ അവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി അവിടെ ആദ്യത്തെ ഒരു ഓലപ്പള്ളി പണിതു. എല്ലിയും ഓലയൊക്കെ ആയിട്ട്. ഓലയെന്ന് വെച്ചാൽ അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ പനയോലയുടെ ഒരു ചെറിയ വേർഷൻ അവിടെ കിട്ടും, ഈന്തപ്പന പോലെ ഒരു സംഗതി. അതിൻ്റെ ഇലയൊക്കെ വെച്ച് പണിതു. 24 വൈകുന്നേരം ക്രിസ്മസിൻ്റെ രാത്രിയിൽ ഒരു അച്ഛൻ വന്ന് കുർബാനയും ചൊല്ലി അതിൻ്റെ ബ്ലെസ്സിങ്ങും നടത്തി. പിറ്റേ ദിവസം ഞങ്ങൾ ഇപ്പോൾ അരുണാചലിൻ്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ അവിടെ കുർബാന ചെല്ലാമെന്നും കരുതി ആ അച്ഛനും ഞാനും കൂടെ പോയി. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു 500 ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു 80 പോലീസുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ ഞങ്ങളോട് പറഞ്ഞു, കുർബാന ചെല്ലണ്ട, ഇവർ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളന്ന് കുർബാന ചെല്ലാൻ സാധിച്ചില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കുർബാന സ്വീകരിക്കാൻ ആയിട്ട് ഓസ്തിയായിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്, കുർബാനയാക്കി വെഞ്ചരിച്ച ഓസ്തിയായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ പ്രമുഖനെ ഏൽപ്പിച്ചു. അതുപോലെ ഷില്ലോങ്ങിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഏൽപ്പിച്ചു. നിങ്ങൾ അവർക്കൊരു ചെറിയ പശ്ചാത്താപ ഇത് ചെയ്തിട്ട് അവർക്ക് അന്ന് കമ്മ്യൂണിയൻ കൊടുത്തരാനും പറഞ്ഞ് അത് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോന്നു. ഞങ്ങൾ പോകുന്നൊരു 1 കിലോമീറ്ററാണ് നടന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ SDPO, അതായത് DSPയും OCയും കൂടെ വന്ന് ഞങ്ങളെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഒരു 12 മണിയോടുകൂടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നെ അവർ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ വണ്ടിയെ കയറുന്നത് ആ ഗ്രാമത്തിലെ ഒരു കുട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് ആ കുട്ടി പോയി ആ ഗ്രാമത്തിൽ വിവരം അറിയിച്ചു. ഒരു 4 മണിയായപ്പോഴത്തേക്കും ആ ഗ്രാമത്തിൽ നിന്ന്, അതുപോലെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും സകല ആണുങ്ങളും അവിടെ എത്തി. അവരുടെ ഈ ഇല്ലിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് പന്തവും അതുപോലെ അവരുടെ യൂണിഫോമിൻ്റെ ഒരു ഭാഗമായ ഒരു വാളും ഇതെല്ലാമായിട്ടൊരു 300 മനുഷ്യർ പോലീസ് സ്റ്റേഷനിൽ വന്നു. പോലീസുകാരും വളരെ ഡീസൻ്റായിട്ടാണ് പെരുമാറിയോട്ട്, ഞങ്ങളെ തൊട്ടില്ല. അവർ പിന്നെ 20 മിനിറ്റ് ഒരാൾ ചോദ്യം ചെയ്യും, വേറൊരാൾ 20 മിനിറ്റ് അതേ ചോദ്യം തന്നെ ചോദിക്കും. അങ്ങനെ 12 മണി മുതൽ അവരങ്ങോട്ട് തുടങ്ങി. അതിനിടയ്ക്ക് ഒരു നല്ലൊരു സംഭവം ഉണ്ടായി. എൻ്റെ കൂടെയുള്ള അച്ഛൻ ഒരൊറ്റ വാക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ഷില്ലോങ്ങിൽ നിന്നുള്ള ഖാസി വർഗത്തിൽപ്പെട്ടതാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഹിന്ദി അറിയത്തില്ല. അപ്പോൾ ഈ പോലീസുകാർ ഞങ്ങളോട് ഹിന്ദിയെ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മലയാളം സംസാരിക്കും, അച്ഛന് ഖാസി സംസാരിക്കും, നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ അതുകൊണ്ട് അവർ അത് സമ്മതിച്ചു. അങ്ങനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആളുകൾ വന്നത്. അവർ വന്നിട്ട് അവരുടെ തലവൻ നേരെ DSPയുടെ ഓഫീസിൽ കയറി അവിടെ ഇരുന്നു. അപ്പം DSP പറഞ്ഞു, നിങ്ങൾ പുറത്ത് പോക്കോ, ഞങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുകയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദ്യം ചെയ്തു, നിങ്ങൾ ഇംഗ്ലീഷിലല്ല ചോദ്യം ചെയ്യിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചു, പക്ഷേ ഇവരിവിടുന്ന് പോകാതെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയില്ല. അപ്പം അന്നേരം ഈ ഓഫീസർ പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഇതെൻ്റെ ഓഫീസാണ്. അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു, ദിസ് ഓഫീസ് ഈസ് യുവേഴ്സ് ബട്ട് ലാൻഡ് ഈസ് മൈൻ, ഈ സ്ഥലം എൻ്റേതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, ഇവരിവിടുന്ന് പോകാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. പുറത്തെ ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുകയോ ഒച്ചയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാർ വന്ന് എന്നോട് പറഞ്ഞു, ഇവരോട് പോകാൻ പറ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവരെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ അവരോട് പോകാൻ പറയുന്നത്, അവർ തന്നെ വന്നു തന്നെ പോകും, അല്ലെ നിങ്ങൾ പറഞ്ഞു വിട്ടു. എനിക്കിപ്പോൾ ഏതായാലും പറഞ്ഞ് ലാസ്റ്റ് ബസ് അവിടെ നിന്നുള്ളത് 7 മണിക്ക് പോകും. ആ ബസ് പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾക്ക് തിരിച്ചു പോകത്തില്ല,
അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ഇന്ന് കിടന്നിട്ട് നാളെ രാവിലെ 5:30 ബസ്സിന് ഞങ്ങൾ കയറ്റിവിടാം, പക്ഷേ ഇവരോട് പോകാൻ പറ. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഞങ്ങളെ വണ്ടിയെ കയറ്റിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വിടുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ വിട്ടില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പം ബസ്സില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടിയെ കൊണ്ടുപോയി വിടും. അതൊന്നും അവർ വകവച്ചില്ല. അപ്പോൾ ഈ ആൾക്കാർ ചൂടായി. അവർ പറഞ്ഞു ഞങ്ങളിനി ഇത് മുഴുവൻ കത്തിക്കാൻ പോവാണ്, ഈ പോലീസ് സ്റ്റേഷൻ മുഴുവൻ ഞങ്ങൾ കത്തിക്കും, എന്നാലും ഇവരെയും കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് പേടിയായി. അവസാനം വലിയൊരു കലാപം ഒഴിവാക്കാൻ വേണ്ടി അവർ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ കൊണ്ടുപോയി വിട്ടോളാം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കത്തില്ല, ഞങ്ങളും കൂടെ പോരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അടുത്ത മെഷീനിലേക്ക് പോകുമ്പോൾ ഒരു 5-8 കിലോമീറ്റർ വനമുണ്ട്, അതിനകത്ത് കാട്ടാന ഇഷ്ടം പോലെയുള്ള സമയമാണ്. അവർ പറയും നിങ്ങളെ ചിലപ്പോൾ കൊണ്ടുപോയി ഇവരെ കൊണ്ടുപോയി അവിടെ ആനയുള്ളിടത്ത് കൊണ്ടുപോയി വിട്ടേച്ച് ഞങ്ങൾ കൊണ്ടുപോയി വിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വരും, അതുകൊണ്ട് ഞങ്ങളും കൂടെ പോരും, എന്നിട്ടേ ഞങ്ങൾ തിരിച്ചു പോവുള്ളൂ. പിന്നെ അവസാനം ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെ മിലിറ്ററിയുടെ 2-3 ലോറി വിളിച്ച് എല്ലാവരെയും അതിനകത്ത് കയറ്റി ആഘോഷമായിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി അടുത്ത മെഷീൻ സ്റ്റേഷനിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് അവർ ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോന്നു. ഞങ്ങളവിടെ അങ്ങനെ ഒരു ആൾക്കാരുടെ 100% ആത്മാർത്ഥതയും കോപ്പറേഷൻ നമുക്ക് അവിടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്താൻ പറ്റി. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിശ്വാസം തോന്നിയത് കൊണ്ടാണ് അവരെപ്പോഴും കൂട്ടുനിന്നത്. 1981 ക്രിസ്മസിൻ്റെ അന്ന് ആണ് ഇത് സംഭവിച്ചത്. 25-ാം തീയതി രാവിലെ ഒരു 11:30 ഞങ്ങൾ തുടങ്ങി, രാത്രി ഒരു 1:30 ഞങ്ങൾ തിരിച്ച് ക്രിസ്തുമസ് വാസ്തവത്തിൽ അവിടെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ മിയാവോ രൂപതയിലെ പള്ളികളൊക്കെ സ്ഥാപിക്കാൻ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എതിർപ്പുകളൊക്കെ ഉണ്ടായി കാണുമല്ലോ. പണ്ടത്തെ കാലത്ത് അതെ. ഇപ്പോൾ അവരുടെ ഒരു പ്രശ്നവുമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ ഈ സൊസൈറ്റി, അതായത് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നത്, അത് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു ഇതാണ്. എല്ലാ പ്രോഗ്രാമിനും ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേയും ഒക്കെ നമ്മുടെ പിള്ളേർ ഉണ്ടാക്കുന്ന ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ അവർ തന്നെ എക്സിബിറ്റ് ചെയ്ത് അതെല്ലാം അന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് 900-ൽ നിന്ന് 900,000-ലേക്ക് അവിടുത്തെ കത്തോലിക്കരുടെ ഒരു വളർച്ചയെക്കുറിച്ച്. അപ്പം അത്രയും ദ്രുതഗതിയിൽ എങ്ങനെയാണ് നമുക്ക് അത്രയും പേരിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിക്കാൻ പിതാവിന് കഴിഞ്ഞത്? ഇതൊന്നും നമ്മൾ എത്തിക്കുന്നതല്ല, ഇത് തന്നെ അങ്ങനെ എത്തുന്നതാണ്. ഇപ്പോൾ ഒരു മഴ പെയ്താൽ വെള്ളം ഒഴുകും, അത് നമ്മൾ പിടിച്ചു നിർത്തിയാൽ നിൽക്കുകയല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ മനുഷ്യത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവരെ നമ്മളെപ്പോലെ കാണുന്നു. അത് കാണുമ്പോഴാണ് അവർക്ക് ഏറ്റവും സന്തോഷം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ അരികളിലേക്ക് അല്ലേ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അത് തന്നെ. നമ്മൾ അവരുടെ വീട്ടിലാണ് കിടക്കുന്നത്, അവർ വന്ന് നമ്മുടെ വീട്ടിൽ കിടക്കുന്നു, നമ്മളോടൊത്ത് ആഹാരം കഴിക്കുന്നു. അതുപോലെ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വെല്ലൂരല്ല, ഈ ലോകത്തിൽ എവിടെയും കൊണ്ടുപോയി നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്, അച്ഛന്മാർ സിസ്റ്റേഴ്സ് എല്ലാവരും. അതുപോലെ ആദ്യമായിട്ട് വന്നത് മദർ തെരേസയുടെ സിസ്റ്റേഴ്സാണ്. മദർ തെരേസ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മദർ തെരേസ അന്നത്തെ ഇൻ്റർവ്യൂ നടത്തിയത് ഞാനാണ്. 1993 ദൂരദർശന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തിയത് ഞാനാണ്. അന്ന് ആ ഒരു ദിവസം ഒരു തവണ മാത്രമേ മദർ തെരേസ അരുണാചൽ പ്രദേശിൽ വന്നിട്ടുള്ളൂ. അതും വളരെ കൊല്ലം പെർമിഷൻ ചോദിച്ചിട്ട് കിട്ടാതെ ഇരുന്നിട്ട് അവസാനം ഈ ചാൻസ് കിട്ടിയപ്പോൾ മദർ വളരെ സന്തോഷത്തോടെ വന്നു. അതോടുകൂടി ഇപ്പോൾ ഈ സിസ്റ്റേഴ്സ് വന്നപ്പോൾ തന്നെ സകലവിധ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇവർ നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ ആൾക്കാരിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് പറയാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ശരിയാണ്, നമുക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത ശത്രുതയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. ആ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ പുറത്തുനിന്നുള്ള അഡ്മിനിസ്ട്രേഷനായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസം വന്നതോടുകൂടി അവിടുത്തെ കുട്ടികൾ തന്നെ IAS IPS ലോക്കൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അവിടുത്തെ സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചു. ഉറപ്പായിട്ടും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അന്നൊക്കെ കൂടിപ്പോയാൽ ഒരു 30% ആയിരുന്നായിരിക്കും, ഇന്ന് ഒരു 70-75 മുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് ഫീൽഡിലും പിന്നെ നമ്മുടെ ഈ ഓരോ
ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ അവർ തന്നെ ഭാഗികളാണ്. അതുകൊണ്ടാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. പിതാവ് ഈ പുതിയ എന്തെങ്കിലും അജപാലന പദ്ധതി മിയാവ് രൂപതയിൽ ഇട്ടിട്ടുണ്ടോ ഈ വരും വർഷങ്ങളിലേക്ക്? നമുക്ക് പുതിയതൊന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം പുതിയതാണ്. പുതിയതായിട്ട് തുടക്കം പിതാവ് തന്നെ. പുതിയതായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ പുതിയതാണ്. പിന്നെ ഒരൊറ്റ കാര്യം അവിടെ ഞാൻ പറയാൻ മറന്നുപോയത്, നേരത്തെ നമുക്ക് വൈദികർക്കോ സിസ്റ്റേഴ്സിനോ അങ്ങോട്ട് പോകത്തില്ലാത്ത കാരണം ഞങ്ങൾ കുട്ടികളെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പഠിപ്പിച്ച് അസാമിലും പ്രത്യേകിച്ച് മേഘാലയ, നാഗാലാൻഡ് ഈ 3 സംസ്ഥാനങ്ങളിൽ പഠിച്ച കുട്ടികൾ അവധിക്കാലത്ത് അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകും. പിന്നെ അവരുടെ സ്കൂളിൽ കണ്ട കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അവരുടെ ഗ്രാമത്തിലുള്ളവരെയും പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലുള്ളവരെയും പഠിപ്പിച്ചു. അങ്ങനെ അവർ ക്രിസ്ത്യൻസുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വന്ന് കൂടുതൽ പേര് ഇത് സ്വീകരിച്ച്, എന്നിട്ട് അവിടുന്ന് ആളുകൾ പിന്നെയും ആസാമിൽ വന്ന് കുറച്ചുകൂടെയൊക്കെ പഠിച്ച് പാട്ടും പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ട് തിരിച്ചു പഠിക്കാനുള്ള സൗകര്യം ആസാമിൽ വന്നിട്ടായിരുന്നു. ആദ്യത്തെ പള്ളിയുടെ കൂതാശ കഴിഞ്ഞതിൽ പിന്നെയാണ് അച്ഛന്മാരൊക്കെ അവിടെ വന്ന് താമസിക്കാൻ. ഇപ്പോൾ ഓരോ വില്ലേജിലൊക്കെ പോയി അവിടെ പഠിപ്പിക്കാൻ എല്ലാ ആളുകളുണ്ട്. സഭ അങ്ങനെ അവിടെ വളർന്നുകൊണ്ടിരുന്നു. നമ്മൾ പറയുന്ന ആത്മീയരാണ് ഈ സഭ അവിടെ തുടങ്ങിയതും ഇപ്പോഴും അവരാണിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അൽമാരുടെ പങ്കാളിത്തമല്ല, അവരുടെ നേതൃത്വം ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതുള്ളിടത്തോളം കാലം ഇത് മുമ്പോട്ട് പോകുമെന്ന് ഒരു സംശയം. അൽമാരുടെ പങ്കാളിത്തമാണ് സഭയെ വാസ്തവത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അതെ. പിതാവ് പറഞ്ഞതുപോലെ ദൈവരാജ്യം സമാഗതമാകുവാനുള്ള പിതാവിൻ്റെ യത്നങ്ങൾ ഫലമണിയട്ടെ. ഹിമാലയൻ താഴ്വരയിൽ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്കിടയിൽ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത പ്രദേശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൂടുതൽ പ്രേക്ഷിത മേഖലകളെക്കുറിച്ചും നമുക്കിനി അറിയാനിരിക്കുന്നതേയുള്ളൂ. അത് പിതാവിൽ നിന്ന് നമുക്ക് തന്നെ കേട്ടറിയാം അടുത്ത ഒരു എപ്പിസോഡിൽ. വോയിസ് ഓഫ് ചർച്ചിൻ്റെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.